ബിരിയാണി ഉണ്ടാക്കാം. പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് ഒരു കുക്കർ ബിരിയാണി. നല്ല ടേസ്റ്റാണ്. കുക്കറിൽ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട് ടേസ്റ്റിന് യാതൊരു കുറവില്ല കേട്ടോ. അടിപൊളിയാണ്. നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം. ഐ എം ലക്സി ജേസൺ. വെൽക്കം ടു ഫ്രഷ് ലൈഫ്. വളരെ എളുപ്പത്തിൽ ഏറെ രുചിയോടെ തയ്യാറാക്കുന്ന ബിരിയാണിക്കുള്ള കൂട്ടുകളാണ് ദാ ഇവിടെ ഇങ്ങനെ നിരന്നിരിക്കുന്നത് കേട്ടോ. നീളത്തിൽ കനം കുറഞ്ഞരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയെ ഒന്ന് സ്പ്രെഡ് ചെയ്തിടുന്നുണ്ട് ഇവിടെ. എളുപ്പത്തിൽ വറുത്തെടുക്കാനായിട്ട് സവാള ഇങ്ങനെ ഇതിൽ തിരിച്ചിടുന്നത് നല്ലതാണ് കേട്ടോ. കുക്കിംഗ് ആരംഭിക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കുക്കർ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കൂടെ 1 ടേബിൾ സ്പൂൺ നിറയെ നെയ്യ് ചേർക്കുന്നുണ്ട്. ബിരിയാണിക്ക് ഒരു നല്ല ഫ്ലേവറൊക്കെ കിട്ടുന്നതിനാണ് നെയ്യ് ചേർക്കുന്നത്. നല്ലതുപോലെ ഇതെല്ലാം ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 പിടി കാഷ്നട്ടും കുറച്ച് കിസ്മിസും കൂടി ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. കിസ്മിസ് ദാ ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ നിറമായി റോസ്റ്റായി വരുമ്പോൾ നമുക്കിത് രണ്ടും കൂടെ ഇങ്ങ് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2-3 മീഡിയം സൈസിലുള്ള സവാള ചേർത്ത് ആ സവാളയെ നല്ല ഗോൾഡൻ നിറമാകുന്നതുവരെ അതും കൂടെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. എളുപ്പത്തിൽ റോസ്റ്റായി വരാനായിട്ട് നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഗോൾഡൻ നിറമായാൽ ഇത് നമുക്ക് കോരി ഇങ്ങ് മാറ്റിയെടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചെയ്യുന്നത് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 8-10 പീസ് പച്ചമുളക് ഇടുന്നുണ്ട്. 1 പിടി ചുവന്നുള്ളിയും 1 പിടി വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. 1 പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ഈ കൂട്ടിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അതോടൊപ്പം തന്നെ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സവാള നമുക്ക് അല്പം ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളത് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒപ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഈ സമയം ചേർക്കാം. ഇനി ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഉപ്പ് പൊടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വളരെ റിച്ചായിട്ടുള്ള പുതിനയില ചേർക്കാം. 1 പിടി മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. 2 കറിവേപ്പില നമുക്ക് ഒഴിച്ചുവിടാൻ വയ്യാത്തതാണ്, അതുകൂടെ ഈ സമയം ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വലിയ തക്കാളിയാണ് ഇനി ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ 700 ഗ്രാം ചിക്കനാണ് കേട്ടോ ഈ സമയം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത്രയും ഐറ്റംസ് ഇട്ടതിന് ശേഷം നല്ല പോലെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ഇതിന് മുകളിലേക്ക് നമുക്ക് 1 പീസ് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 കപ്പ് തൈര്, അല്പം കട്ട തൈര് തന്നെ ആയിക്കോട്ടെ, അത് നമുക്ക് ഈ സമയം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മി മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് നമുക്ക് അല്പസമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഓവർനൈറ്റ് വയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത്രയും നല്ലത്. അരമണിക്കൂറെങ്കിലും മിനിമം നമുക്കിതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റണം. എന്നാലാണ് ആ ഉപ്പും മുളകും എല്ലാ ഇൻഗ്രീഡിയൻസും ഈ ചിക്കനിൽ പിടിച്ച് നല്ലൊരു ഫ്ലേവർ ചിക്കനിലേക്ക് കയറുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുക്കറിനെ നമുക്കൊന്ന് വീണ്ടും ചൂടാക്കാം. അതിലേക്ക് 4-5 പീസ് ഏലക്ക ഇട്ട് കൊടുക്കാം. 3-4 പീസ് കറുവപ്പട്ട ഇടുന്നുണ്ട്. 5-6 പീസ് ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. 1 പീസ് തക്കോലവും 1 ബേ ലീഫും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് ഈ കുക്കറിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കണം. ഈ ചിക്കൻ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ആ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ പൊന്തി വരും. ഈ സമയം നമുക്ക് കഴുകി വാല വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് റൈസാണ് കേട്ടോ ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് റൈസ് എടുക്കാം. നീളത്തിലുള്ളതോ ചെറുതോ ആയിട്ടുള്ള ബിരിയാണി റൈസ് ഈ സമയം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ചേർക്കുന്നത് അല്പം ഉപ്പാണ്. ഒരു 1/2 ടീസ്പൂൺ 1/4 ടീസ്പൂൺ ഉപ്പ് ഈ സമയം നിങ്ങളുടെ ഫ്ലേവർ അനുസരിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം. 1 വിസിൽ വന്നതിന് ശേഷം മാത്രം ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ വിസിൽ സെറ്റിലായി കഴിഞ്ഞിട്ട് നമുക്ക് അല്പസമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അതായത് ഒന്ന് ചൂടാറിയതിന് ശേഷം കുക്കർ തുറക്കുന്നതാണ് നല്ലത്. അപ്പോഴത്തേക്കും ആ ഒരു റൈസിൻ്റെ ഒരു സ്റ്റിക്കിനെസ് ഒക്കെ ഒന്ന് മാറിക്കിട്ടും. പെട്ടെന്ന് തന്നെ നമ്മൾ ഓപ്പൺ ചെയ്ത് ഇളക്കിക്കൊണ്ടിരുന്നാൽ അത് കൂടുതൽ സ്റ്റിക്കി ആയിട്ടിരിക്കും. അല്പം ചൂടാറി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കട്ടയൊന്നും കൂടാതെ നല്ല റൈസായിട്ട് നല്ല ഒരു ദം ബിരിയാണി സ്റ്റൈലിൽ ഇതിരിക്കുന്നുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് കുക്കർ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് വളരെ സ്റ്റൈലായിട്ട് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സവാളയും അതോടൊപ്പം തന്നെ നമ്മുടെ കാഷ്യൂസും കിസ്മിസും കൂടെ ചേർത്ത്
നല്ല റിച്ചായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു കുക്കർ ബിരിയാണിയുടെ റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റാണ് ഈ റെസിപ്പി. വളരെ സ്വാദോടെ നിങ്ങൾ ആസ്വദിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്